ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പികളിലെ അതോലോകം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊസൈൻ ലോവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് ഇവിടേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. എയറിലാണ് ഇത്, ഒരു മീഡിയമാണ് ഇത് സെൻറ്ററിലുള്ളത്, ബാക്കി രണ്ട് സൈഡും എയറാണ്. അപ്പോൾ ഈ എയറിലൂടെ ഒരു ലൈറ്റ് വന്നിട്ട് മീഡിയത്തിൽ ഹിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ ഇവിടേക്കും എയറിലോട്ട് പോകുമ്പോൾ ഇവിടെ ആംഗിൾ കൂടും, നമുക്കറിയാം. ഇവിടെ കുറവായിരിക്കും. ഈ പോയിന്റ് ഞാൻ എ എന്നും ഈ പോയിന്റ് ബി എന്നും ഇവിടെ സി എന്നും എടുക്കുന്നു. ഇവിടെ എച്ച് എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു, ഇവിടെ ജി എന്നും നൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. അതിന് λ/2 ഫേസ് ഡിഫറൻസ് ഉണ്ട്, സംഭവിക്കുന്നുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെയും ഡിഫറൻസ് എടുത്താൽ മതിയല്ലോ. ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് വരുമ്പോൾ എന്ത് വരും? ഇവിടെ എന്ന് പറഞ്ഞാൽ മീഡിയം, ഇവിടെ മ്യൂ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ എയറിൻ്റെ നമുക്കറിയാം 1, അതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് മ്യൂ ഇൻറ്റു ഡി അല്ലേ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് മൈനസ് ഇതിൻ്റെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എടുത്താൽ പോരെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ എന്താ AB + BC അല്ലേ വരുന്നത്? AB + BC മൈനസ് AH. ഓക്കെ അല്ലേ ഇതുവരെ? AB BC ഈക്വൽ അല്ലേ, കാരണം ഇത് ഈ റേ തന്നെയല്ലേ ഇങ്ങോട്ട് അതേപോലെ റിഫ്ലക്റ്റ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് 2AB എന്ന് എടുത്തുകൂടെ. അപ്പോൾ ഇസ് ഈക്വൽ ടു 2μAB മൈനസ് AH എന്ന് എഴുതിക്കൂടെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്. ഇനി നമ്മൾ ഈ ABG എന്നുള്ള ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ട്രയാങ്കിൾ ABG. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മൾ കോസ് കമ്പോണൻ്റ് എടുക്കാൻ പോവുകയാണ്. കോസ് R = എന്ത് വരും? കോസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് അല്ല, അഡ്ജസൻറ്റ് സൈഡ്. കോസ് അല്ലേ, കോസ് R ആണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എന്ത് വരും? BG/AB അല്ലേ, BG/AB. ഈ AB എന്ന് പറയുന്നത് നമുക്കറിയില്ല, പക്ഷെ നമുക്ക് ഈ BG എന്ന് പറയുന്നത് അറിയാം. കാരണം എന്താ? തിക്നെസ്സാണ്, ഈ മീഡിയത്തിൻ്റെ തിക്നെസ്. അപ്പോൾ ഇതിനെ നമുക്ക് BG-നെ T എന്ന് എഴുതാൻ പറ്റും. ഇസ് ഈക്വൽ ടു T/AB അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AB എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. AB ഈസ് ഈക്വൽ ടു T/cos R. ഓക്കെ, ഇത് കണ്ടുപിടിച്ച് വയ്ക്കാം. ക്വസ്റ്റ്യൻ 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ tan R നമ്മൾ കണ്ടുപിടിച്ച് നോക്കാം. tan R എന്ന് പറയുമ്പോൾ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താ? AG അല്ലേ. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ BG അല്ലേ. അപ്പോൾ ഈ BG നമുക്കറിയാം T ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് AG കണ്ടുപിടിക്കാം. AG ഈസ് ഈക്വൽ ടു T tan R അല്ലേ. ഇതുവരെ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഈ AG എന്ന് പറയുന്നത് T tan R ആണ്. അപ്പോൾ AG AC ഈക്വലാണെന്ന് നമുക്കറിയാമല്ലോ, കാരണം ഇതിനെ പെർപെൻഡിക്കുലർ വൈസിട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 ടൈംസ് അല്ലേ ഇതിൻ്റെ. അപ്പോൾ AG T tan R ആണെങ്കിൽ AC എന്തായിരിക്കും? 2 ടൈംസ് ദാറ്റ്, അതായത് 2T tan R ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് AHC എന്നിട്ടുള്ള ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ AHC. ഇവിടെ നമുക്ക് സൈൻ എടുക്കാം. സൈൻ I ഈസ് ഈക്വൽ ടു, ഇത് 90 - I, അപ്പോൾ ഇവിടെ I അല്ലേ വരാം. ഓക്കെ, അപ്പോൾ സൈൻ I ഈക്വൽ ടു എന്ത് വരും? AH/AC അല്ലേ. ഫിഗറിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ ആദ്യം വരയ്ക്കണം. അപ്പോൾ ഇത് നമുക്ക് AH കണ്ടുപിടിക്കാം. AH ഈസ് ഈക്വൽ ടു AC സൈൻ I. ഈ AC നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2T tan R ആണെന്ന്. അപ്പോൾ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ AH ഈസ് ഈക്വൽ ടു 2T tan R സൈൻ I. ഓക്കെ,
ഇനി നമുക്ക് സ്നെൽസ് ലോ അറിയാം. സ്നെൽസ് ലോ എന്താ പറയുന്നത്? സ്നെൽസ് ലോ മ്യൂ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ ആണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സൈൻ ഐ എന്താണ്? മ്യൂ സൈൻ ആർ അല്ലേ? സൈൻ ഐ ഈക്വൽ ടു മ്യൂ സൈൻ ആർ. ഇതുകൊണ്ടായിട്ട് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായി? എ എച്ച് ഈസ് ഈക്വൽ ടു 2t tan r ഇൻറ്റു മ്യൂ സൈൻ ആർ എന്നല്ലേ കിട്ടിയേ. ഇനി നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഒപ്റ്റിക്കൽ പാത്തിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിൻ്റെ, അതിൽ കൊണ്ടായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്കറിയാം 2ab അല്ലേ ഉണ്ടായിരുന്നത്. എ ബി നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? ഇക്വേഷൻ 1 t/cos r അല്ലേ. അപ്പോൾ 2 ഇൻറ്റു ടി, പിന്നെ ഒരു മ്യൂ ഉണ്ട്, 2 മ്യൂ ab അല്ലേ ഉണ്ടായിരുന്നത്, ബൈ കോസ് ആർ മൈനസ് 2t tan r മ്യൂ സൈൻ ആർ അല്ലേ. ഇതിൽ എന്തൊക്കെ കോമൺ എടുക്കാൻ പറ്റും നമുക്ക്? 2t/cos r കോമൺ എടുത്തൂടെ? സൈൻ ആർ ബൈ കോസ് ആർ അല്ലേ ടാൻ ആർ എന്ന് പറയുന്നത്. അപ്പോൾ 2t/cos r ഇൻറ്റു മ്യൂ മൈനസ് 2 നമ്മൾ പുറത്തെടുത്തില്ല അല്ലേ. മ്യൂ മൈനസ് ഇവിടെ ടാനിൻ്റെ സൈനുണ്ട്, അപ്പോൾ അതുകൊണ്ട് സൈൻ സ്ക്വയർ ആർ മ്യൂ അല്ലേ. ഇതൊരു ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൽ മ്യൂവും കൂടെ നമുക്ക് കോമൺ എടുക്കാൻ പറ്റും. അപ്പോൾ 2 മ്യൂ ടി ബൈ കോസ് ആർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ ആർ എന്നല്ലേ വരും. അതിനെന്താ എഴുതാൻ പറ്റും നമുക്ക്? കോസ് സ്ക്വയർ ആർ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഈ കോസ് സ്ക്വയറും ഇതും വെട്ടിക്കൂടെ? അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 മ്യൂ ടി കോസ് ആർ അല്ലേ. സിമ്പിൾ അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ ഡെറിവേഷൻ. ഇനി നമുക്ക് ഡെൻസർ റിഫ്ലക്ഷന് എഴുതണം. അതായത് ആക്ച്വൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് λ/2 കുറച്ചതല്ലേ. അപ്പോൾ ആക്ച്വൽ പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു due to denser reflection, actual path difference is equal to 2 mu t cos r minus λ/2. ഇതുവരെ എഴുതണം കേട്ടോ. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ അപ്ലിക്കേഷൻസ് ഓഫ് കൊസൈൻ ലോ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കളേഴ്സ് ഓഫ് തിൻ ഫിലിം, ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ്, ഇൻ്റർഫറൻസ് ഫിൽറ്റർ, എയർ വെഡ്ജ്, ന്യൂട്ടൺ സ്ട്രിങ്. ഇതിൽ നമുക്ക് കളേഴ്സ് ഓഫ് തിൻ ഫിലിങ്ങും ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ്ങും എയർ വെഡ്ജും നന്നായി പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിലായിട്ട് പഠിച്ച് വയ്ക്കുക. ഓക്കെ.